വിശദാംശങ്ങളിലേക്ക് പോകാം. മദ്യനയത്തിൽ ടൂറിസം വകുപ്പ് ഒരു ഇടപെടലും നടത്തിയിട്ടില്ലെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശത്തിലാണ് മെയ് 21 യോഗം ചേർന്നത്. ബാർ ഉടമകളുടെ മാത്രം യോഗമായിരുന്നില്ല. വെഡിംഗ് ഡെസ്റ്റിനേഷൻ ടൂറിസം മേഖല നേരിടുന്ന പ്രശ്നങ്ങളും ചർച്ചയായി. ടൂറിസം ഡയറക്ടർ വിളിക്കുന്ന യോഗം മന്ത്രി അറിയണമെന്നില്ലെന്നും മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി. നിയമസഭയിൽ ചോദ്യോത്തരവേളയിലാണ് മന്ത്രിയുടെ വിശദീകരണം. ഉയർന്നു വന്ന വിഷയങ്ങൾ ടൂറിസം വ്യവസായവുമായി ബന്ധപ്പെട്ട സംഘടനകൾ ദീർഘകാലമായി ഉന്നയിച്ചു വരുന്നതാണ്. എന്നാൽ ഇക്കാര്യങ്ങളിൽ ഒരു നിലപാടും ബന്ധപ്പെട്ട വകുപ്പുകളെ അറിയിച്ചിട്ടില്ല. മദ്യനയവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന മറ്റു വാർത്തകളുമായോ ചില വ്യക്തികൾ നടത്തിയ പരാമർശങ്ങളുമായോ ടൂറിസം ഡയറക്ടറേറ്റിന് യാതൊരുവിധ ബന്ധവുമില്ലെന്നും ടൂറിസം ഡയറക്ടർ അറിയിച്ചു. ഇതിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമാണ്. ടൂറിസം ഡയറക്ടർ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിലും ടൂറിസം ഡയറക്ടർ ഒരു മാസം 40-ലധികം യോഗം വിളിക്കും. അത് LDF ഭരിച്ചപ്പോഴും നേരത്തെ UDF ഭരിച്ചപ്പോഴും അങ്ങനെ വിളിച്ചു ചേർത്തിട്ടുണ്ട്. ആ യോഗങ്ങളൊക്കെ മന്ത്രി നിർദ്ദേശിച്ചിട്ടല്ല. ആ യോഗങ്ങളിലൊക്കെ മന്ത്രി പങ്കെടുക്കണമെന്നില്ല. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരനാണ് ചേരുന്നത്. വിഷ്ണു, മദ്യനയത്തിൽ യാതൊരു ഇടപെടലും നടത്തിയിട്ടില്ല എന്നാണ് ഇപ്പോൾ ടൂറിസം വകുപ്പ് വ്യക്തമാക്കുന്നത്. മന്ത്രി അക്കാര്യമാണ് സ്ഥിരീകരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾക്കാണ് അദ്ദേഹം വ്യക്തത വരുത്തുന്നത്? ഫിജി മദ്യനയവുമായി ബന്ധപ്പെട്ട ടൂറിസം ഡയറക്ടർ വ്യക്തമാക്കിയ കാര്യം പറഞ്ഞിരുന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇടപെട്ടിരുന്നില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. ടൂറിസം ഡയറക്ടർ കാര്യം വ്യക്തമാക്കിയിരുന്നു. ടൂറിസം വകുപ്പ് ഒരു നിലപാടും മദ്യനയത്തിൽ എടുത്തിട്ടില്ല എന്ന് തന്നെയാണ് മന്ത്രി ആവർത്തിച്ചിരിക്കുന്നത്. മെയ് 21 ചേർന്ന ചർച്ച മന്ത്രിയുടെ അറിവിലായിരുന്നില്ല നടന്നത്. അത്തരത്തിൽ ബാർ ഉടമകളുമായി മാത്രമുള്ള യോഗം ആയിരുന്നില്ല. പ്രചരിക്കുന്ന സർക്കാരിന്റെ മദ്യനയവുമായി ബന്ധപ്പെട്ട ചർച്ച ആയിരുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇത്തരത്തിൽ പല തരത്തിലുള്ള ഒരു യോഗങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. ഇത് ആദ്യമായി നടക്കുന്നതല്ല. എന്നാൽ അത് മന്ത്രിയുടെ അറിവോടെ ആയിരുന്നില്ല അത് നടന്നത്. എന്നാൽ അക്കാര്യം അദ്ദേഹത്തെ സൂചിപ്പിച്ചിരുന്നു. ഏതായാലും ഈ വിഷയത്തിൽ ബാർ ഉടമകളുമായുള്ള ചർച്ചയും മദ്യനയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ ടൂറിസം വകുപ്പ് ഇടപെട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം ഇതിൽ നിന്ന് വ്യക്തമാക്കുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ യോഗത്തിൽ പ്രധാനമായും ഉണ്ടായത് എന്നാണ് അദ്ദേഹം പറയുന്നത്. വിജയ്, എന്തൊക്കെ വിഷയങ്ങളാണ് പ്രതിപക്ഷം ഇന്ന് കരുതിക്കൂട്ടി വച്ചിരിക്കുന്നത്? പക്ഷേ ഭരണപക്ഷത്തോട് ഉന്നയിക്കാൻ എന്തൊക്കെ കാര്യങ്ങളുമായാണ്, എന്തൊക്കെ ആയുധങ്ങളുമായാണ് പ്രതിപക്ഷം സഭയിലെത്തിയിരിക്കുന്നത്? പ്രധാനമായും തലശ്ശേരിയിലുണ്ടായ സ്റ്റീൽ ബോംബ് പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തെക്കുറിച്ച് തന്നെയാണ് ഇന്ന് അടിയന്തരമായി പ്രമേയം അവതരിപ്പിക്കുന്നത്. അടിയന്തര പ്രമേയത്തിന് ഇപ്പോൾ പ്രതിപക്ഷം നോട്ടീസ് നൽകുന്ന ഒരു സാഹചര്യമാണ്. സണ്ണി ജോസഫ് MLA ആണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായതിനെക്കുറിച്ച് ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല. ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇന്ന് അടിയന്തര പ്രമേയമായി അവതരിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അക്കാര്യമെല്ലാം ചോദ്യങ്ങളായി ഉയർന്നു വരും. സർക്കാരിനെതിരെ ശക്തമായി ആഞ്ഞടിക്കാൻ തന്നെയാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും ഈ അപകടവുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ച് ഒരു വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല. അതിനെക്കുറിച്ച് തന്നെയാണ് ഇന്ന് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങളും, അതായത് ഈ കുവൈത്തിൽ ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ കാര്യവുമായി ബന്ധപ്പെട്ട നിയമസഭാ അനുശോചനം രേഖപ്പെടുത്തിയിരുന്നു. മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നേരത്തെ സംസാരിച്ചിരുന്നു. നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക് വലിയ സംഭാവന നൽകുന്നതാണ് പ്രവാസികളെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് സംസ്ഥാന സർക്കാർ 5 ലക്ഷം രൂപ നൽകുമെന്ന്, കേന്ദ്ര സർക്കാർ 3 ലക്ഷം രൂപയും നൽകുമെന്ന കാര്യങ്ങളും അദ്ദേഹം വ്യക്തമാക്കി. പരിക്കേറ്റവർക്ക് തുക നൽകുന്ന കാര്യവും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം പ്രതിപക്ഷ നേതാവും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അപകടത്തിൽ മരണപ്പെട്ട കുടുംബത്തെയും മരണപ്പെട്ടവരുടെ കുടുംബത്തെയും പരിക്കേറ്റവരെ ഒരുമിച്ച് ചേർത്ത് പിടിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ അടക്കമാണ് ഇന്ന് നിയമസഭയിൽ ചർച്ചയായത്. അതോടൊപ്പം തന്നെ ഈ സ്കൂൾ പ്രവേശനവുമായി +1 പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചർച്ചയുണ്ടായിരുന്നു. അതുപോലെ SSLC പരീക്ഷയിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ചും മന്ത്രി പ്രത്യേകം പറഞ്ഞു. അത് ഉണ്ടാകേണ്ട മാറ്റങ്ങൾ ഏതായാലും ഇനി ഉണ്ടാകും. ഇതിനി വരും ദിവസങ്ങളിൽ അത് വ്യക്തമാകുമെന്നും വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിയും വ്യക്തമാക്കിയിരുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്ന് നിയമസഭയിൽ ചർച്ചയായത്. അതോടൊപ്പം അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്നതോടെ തന്നെ ഈ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട കാര്യം വലിയ വിഷയമാകും. ഇപ്പോൾ അത് വലിയ ചർച്ചയാകുന്ന ഒരു സാഹചര്യമാണ്. ഇതുവരെ അസാധാരണമായ ഒരു അപകടമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. സാധാരണഗതിയിൽ ഉണ്ടാകാത്ത ഒരു സംഭവമായതുകൊണ്ട് തന്നെ അത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി സർക്കാരിനോട് കൃത്യമായ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ തന്നെയാണ് പ്രതിപക്ഷം ഇതൊരു ആയുധമാക്കി മാറ്റാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും തികച്ചും അസാധാരണമായ ഒരു സംഭവമായതുകൊണ്ട് തന്നെ അത് വലിയ രീതിയിൽ ഇന്ന് അലയടിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ശരി വിഷ്ണു.